ഡിസാസ്റ്റർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ റിസ്ക് അസസ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന മൊഡ്യൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡിസാസ്റ്റർ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത റിസ്കുകൾ എന്തൊക്കെയാണ്, അത് നമുക്ക് എങ്ങനെയൊക്കെ അസസ് ചെയ്യാം, ഇതിനെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കുന്നത്. അപ്പോൾ ഡിസാസ്റ്റർ റെസ്പോൺസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഇമീഡിയറ്റ് ആക്ഷൻസ് ടേക്കൺ ആഫ്റ്റർ എ ഡിസാസ്റ്റർ ടു സേവ് ലൈഫ്സ്, റെഡ്യൂസ് ഹെൽത്ത് ഇമ്പാക്ട്സ് ആൻഡ് എൻഷുർ പബ്ലിക് സേഫ്റ്റി. ഒരു ദുരന്തം സംഭവിച്ചതിന് ശേഷം നമ്മൾ എടുക്കുന്ന ഇമീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എല്ലാം തന്നെ ഡിസാസ്റ്റർ റെസ്പോൺസ് ആണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആൾക്കാരുടെ ജീവൻ രക്ഷിക്കുന്നു, ഹെൽത്ത് ഇമ്പാക്റ്റിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു, പബ്ലിക് സേഫ്റ്റി ഉറപ്പാക്കുന്നു. ഇതെല്ലാം ഡിസാസ്റ്റർ റെസ്പോൺസിന്റെ ഭാഗമാണ്. അപ്പോൾ ഡിസാസ്റ്റർ റെസ്പോൺസ് ചെയ്യുന്ന സമയത്ത് നേരിടുന്ന പ്രധാനപ്പെട്ട ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ ആണ്. അതായത് ഡിസാസ്റ്റർ ഹിറ്റ് ചെയ്ത ഏരിയയിൽ നിന്നുള്ള ആൾക്കാർക്ക് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇന്നൊരു സ്ഥലത്ത് ഇന്നൊരു അപകടത്തിൽ പെട്ട് കിടക്കുകയാണ് എന്ന് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത് ഒരു പ്രധാന ചാലഞ്ച് ആണ്. ഇനി അയാൾ ഏത് സ്ഥലത്താണ് എന്ന് അറിയാൻ പറ്റാത്തത് കൊണ്ടും അവിടെ എത്താൻ പറ്റാറില്ല റെസ്പോൺസ് ഫോഴ്സിന്. പിന്നെ മറ്റൊരു ഇതെന്ന് പറയുമ്പോഴത്തേക്കും അയാളുടെ സൈറ്റിൽ എത്തിച്ചേരാനുള്ള ഡിലേസ്, ചിലപ്പോൾ വളരെ ഹില്ലി ആയിട്ടുള്ള ടെറൈൻസിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പൊ അങ്ങനെ അവരുടെ ഒരു ലിവിങ് കണ്ടീഷൻ അനുസരിച്ച് അവിടെ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും നമുക്ക് അവിടെ സഹായങ്ങൾ എത്തിക്കാൻ പ്രയാസമായിരിക്കും. അതും ഒരു ചാലഞ്ചാണ്. പിന്നെ ഷെൽട്ടർ ഹോംസിലൊക്കെ താമസിക്കുന്ന സമയത്ത് അവരുടെ പ്രൈമറി നീഡ്സ് എങ്കിലും സാറ്റിസ്ഫൈ ചെയ്യേണ്ട റിസോഴ്സുകൾ വേണം. അപ്പൊ അതിനെയൊക്കെ പെട്ടെന്ന് സ്വരുക്കൂട്ടുക എന്ന് പറയുന്നതും കുറച്ചെന്താണ് ഡിഫിക്കൽട്ടി ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതൊക്കെ പ്രധാനപ്പെട്ട ചാലഞ്ചസ് ആണ് ഡിസാസ്റ്റർ റെസ്പോൺസ് നേരിടുന്നവർക്ക്. ഓക്കെ, then to bring the community back to a new normal through effective rehabilitation എന്നതാണ് ഡിസാസ്റ്റർ റെസ്പോൺസിന്റെ പ്രധാനപ്പെട്ട ഗോൾ എന്ന് പറയുന്നത്. കൃത്യമായ പുനരധിവാസത്തിലൂടെ എന്ത് ചെയ്യുക? ഡിസാസ്റ്റർ സ്ട്രൈക്ക് ചെയ്ത ആ കമ്മ്യൂണിറ്റിയെ പുതിയ ഒരു നോർമൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരിക. അവരുടെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ പുതിയ ഒരു ന്യൂ നോർമൽ സ്റ്റേറ്റിലേക്ക്, നോർമലായ ഒരു പുതിയ അവസ്ഥയിലേക്ക്, ഒരു സ്റ്റേറ്റിലേക്ക് അവരെ കൊണ്ടുവരിക എന്നതാണ് ഡിസാസ്റ്റർ റെസ്പോൺസിന്റെ ആദ്യത്തെ എന്തെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഗോൾ എന്ന് പറയുന്നത്. ഇനി റിസ്കിനെ നമുക്ക് എങ്ങനെ അസസ് ചെയ്യാം, എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം? അപ്പൊ റിസ്ക് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് ഇസ് എ സയന്റിഫിക് പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ് ദ ഹസാർഡ്സ് ആൻഡ് ഇവാലുവേറ്റിംഗ് ദ പൊട്ടൻഷ്യൽ ഇമ്പാക്ട്സ് ഓൺ ലൈഫ്, പ്രോപ്പർട്ടി ആൻഡ് എൻവയോൺമെന്റ്. അപ്പൊ റിസ്ക് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഹസാർഡുകൾ എന്ന് തിരിച്ചറിയുന്നതും ഈ ഹസാർഡ്സ് കാരണം നമ്മുടെ ജീവനും നമ്മുടെ സ്വത്തിനും നമ്മുടെ എൻവയോൺമെന്റിനും ഒക്കെ എന്തൊക്കെ ഇമ്പാക്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതിന്റെ മനസ്സിലാക്കലിനെയാണ് നമ്മൾ റിസ്ക് അസസ് ചെയ്യുക എന്ന് പറയുന്നത്. ഈ ഹസാർഡ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ഹസാർഡ്സ് ഉണ്ടാകാം, അതായത് ഐഡന്റിഫൈയിങ് ദ പൊട്ടൻഷ്യൽ സോഴ്സസ് ഓഫ് ഹാം. ഉദാഹരണം, ഫ്ലഡ് കാരണം നമുക്ക് ഹാം ഉണ്ടാകാം, എർത്ത് ക്വേക്സ് കാരണം ഹാം ഉണ്ടാക്കാം, ഇൻഡസ്ട്രിയൽ ലീക്കുകൾ കാരണം, അല്ലെ, എന്തെങ്കിലും കെമിക്കൽ സ്പില്ലേജ് കാരണം ഒക്കെ എന്തുണ്ടാക്കാം? ഹസാർഡുകൾ ഉണ്ടാക്കാം. അപ്പൊ ഈ ഏതൊക്കെ ഹസാർഡുകൾ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ദെൻ വൾണറബിലിറ്റി അനാലിസിസ്, അസസിങ് ഹൂ ഓർ വാട്ട് ഈസ് ദ മോസ്റ്റ് അറ്റ് റിസ്ക് ആൻഡ് വൈ. ഇങ്ങനെ ഒരു ക്രൈസിസ് അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ സംഭവിക്കുന്ന സമയത്ത് ആരാണ് ഏറ്റവും കൂടുതൽ റിസ്കിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇപ്പം ഒരു ഡിസാസ്റ്റർ വരുന്ന സമയത്ത് ഏറ്റവും പൂവർലി ആയിട്ട്, വളരെ ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് റൂൾസുകളൊന്നും പാലിക്കാതെ വളരെ പൂവർലി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ബിൽഡിങ്ങുകളെ ആയിരിക്കും അത് ആദ്യം എഫക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ കൂടുതൽ വൾണറബിൾ ആണ്. അങ്ങനെയുള്ള ഹൗസിലൊക്കെ താമസിക്കുന്ന ആൾക്കാരായിരിക്കും ഇപ്പൊ ഹറിക്കൻ, ഇപ്പൊ ഭയങ്കരമായ കൊടുങ്കാറ്റോ വെള്ളപ്പൊക്കമോ ഒക്കെ വരുമ്പോൾ ആദ്യം എഫക്ട് ചെയ്യുന്നത് അത്തരത്തില് പുവർലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ബിൽഡിങ്സിൽ താമസിക്കുന്നവര്. പിന്നെ കോസ്റ്റൽ പോപ്പുലേഷൻസ്, അവർക്കെന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും കടലിനടുത്ത് താമസിക്കുന്നവരാണ്. അവരൊക്കെ വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. പിന്നെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ തന്നെ രക്ഷപ്പെടാൻ സാധിക്കാത്ത കുട്ടികളെ പോലെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഓൾഡ് ആയിട്ടുള്ള ആൾക്കാർ, അപ്പൊ ഇവരൊക്കെ എന്താണ്? വൾണറബിൾ ഗ്രൂപ്പ്സ് ആണ്. അപ്പൊ വൾണറബിലിറ്റി അനലൈസ് ചെയ്യുക. എല്ലാവർക്കും ഒരു അപകടം വരുമ്പോൾ അത് തരണം ചെയ്യാനുള്ള ശേഷി ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഓക്കെ, അതിനാണ് വൾണറബിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ റിസ്ക് ഇവാലുവേഷൻ, determining the probability of an event and the magnitude of its consequences to prioritize management efforts. അതായത് ഒരു ഇവന്റ് നടക്കാനുള്ള പ്രോബബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുക, ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇറ്റ്സ് കോൺസിക്വൻസ്. ഒരു പ്രദേശത്ത് ഇന്ന ഒരു റിസ്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അതുണ്ടാക്കാവുന്ന കോൺസിക്വൻസിനെ നേരത്തെ ഇവാലുവേറ്റ് ചെയ്ത് വയ്ക്കുക. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് പിന്നീട് മാനേജ് ചെയ്യാനായിട്ട് നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി മറ്റൊന്ന് റിസ്ക് റിഡക്ഷൻ. റിസ്ക് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ദി ഡെവലപ്മെന്റ് ഓഫ് സ്ട്രാറ്റജീസ് ആൻഡ് പോളിസീസ് ടു മിനിമൈസ് ഡിസാസ്റ്റർ റിസ്ക്,
through systematic efforts like reduced exposure to hazard and improved preparedness. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ഈ റിസ്കിനെ കുറയ്ക്കാം, നല്ല രീതിയിലുള്ള സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുക, നല്ല പോളിസീസ് കൊണ്ടുവരിക, ഡിസാസ്റ്റർ റിസ്കുകളെ കുറയ്ക്കാനായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എഫേർട്ടുകൾ കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഹസാർഡ്സിനോടുള്ള നമ്മുടെ എക്സ്പോഷറിനെ കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ആയിട്ട് ഇരിക്കുക. ഓക്കെ, പിന്നെ കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, the strengthening the knowledge and skills of individuals and communities to manage and reduce the disaster risk effectively. നമ്മുടെ നോളജിനെയും നമ്മുടെ സ്കില്ലുകളെ എന്ത് ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇൻഡിവിജ്വൽസിനും ആ കഴിവ് വേണം, കമ്മ്യൂണിറ്റീസിനും എന്ത് വേണം, ആ കഴിവ് വേണം. ഇനി നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒരു സൈക്കിളിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ, ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ പ്രിവെൻഷൻ ഉണ്ട്, മിറ്റിഗേഷൻ ഉണ്ട്, പ്രിപ്പയർഡ്നെസ് ഉണ്ട്. പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ തടയുക, ഒരു ഡിസാസ്റ്റർ തടയുക. മിറ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ലോങ് ടേം ആയിട്ട് അതിനെ തടയുക. പ്രിപ്പയർഡ്നെസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്താം, അതാണ് പ്രിപ്പയർഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ emphasizes a proactive approach rather than just reactive relief. ഒരു ഡിസാസ്റ്റർ സംഭവിച്ചതിന് ശേഷം റിലീഫ് ഉണ്ടാക്കുക എന്നതല്ല, നമുക്ക് അതിന് മുന്നേ പ്രോ ആക്റ്റീവ് ആയിട്ട് എങ്ങനെ ഇതിനെ ഡീൽ ചെയ്യാം, ഒന്ന് ഡിസാസ്റ്ററിനെ എങ്ങനെ തടയാം. aims to avoid the adverse impact of hazard and related disasters completely. ഉദാഹരണം പറയുകയാണെങ്കിൽ, ലാൻഡ് യൂസ് പ്ലാനിംഗ് ടു പ്രിവെന്റ് കൺസ്ട്രക്ഷൻ ഇൻ ഹൈ റിസ്ക് ഫ്ലഡ് സോൺസ്. അതായത് ഭയങ്കരമായിട്ടും ഫ്ലഡ് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി വേണം എന്ത് ചെയ്യാൻ, കൺസ്ട്രക്ഷൻസ് നടത്താനും ലാൻഡ് യൂസ് നടത്താനും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അത്തരം പ്രദേശങ്ങളിൽ ഫ്ലഡിന്റെ റിസ്ക് കൂടുതലായത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ എന്താവും, ഒരു ഹസാർഡിന് കാരണമാകും, ഒരു ഡിസാസ്റ്ററായും അവസാനം മാറാം. അപ്പം ഹസാർഡ് കുറയ്ക്കാൻ ശ്രമിക്കുക എന്നതാണ് പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഇനി ഡിസാസ്റ്റർ മിറ്റിഗേഷൻ എന്ന് പറയുന്നത്, ഇറ്റ് ഇൻവോൾവ്സ് സ്ട്രക്ചറൽ ആൻഡ് നോൺ സ്ട്രക്ചറൽ മെഷേഴ്സ് അണ്ടർടേക്കൻ ടു ലിമിറ്റ് ദ അഡ്വേഴ്സ് ഇമ്പാക്ട് ഓഫ് നാച്ചുറൽ ഹസാർഡ്സ്. അപ്പൊ നാച്ചുറലി നമുക്ക് സംഭവിക്കാവുന്ന ഓരോ ഹസാർഡുകളെയും നമ്മുടെ സ്ട്രക്ചറൽ നോൺ സ്ട്രക്ചറലുമായിട്ടുള്ള മെഷേഴ്സ് വഴി നമുക്ക് എങ്ങനെ കുറയ്ക്കാം. ഓക്കെ, മിറ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ഒരു ലോങ് ടേം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ഡിസാസ്റ്ററിനെ നേരിടാൻ പഠിക്കുന്നതിനെയാണ് മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രക്ചറൽ മെഷേഴ്സ് എന്ന് പറയുമ്പോൾ engineering works like dams, sea walls or earthquake resistant building. ഇപ്പോൾ earthquake പോലെയുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ ഓവർകം ചെയ്യാൻ കണക്കിനുള്ള ബിൽഡിങ്സുകളെ, ഇപ്പൊ സീ വാൾ ആണെങ്കിലും വലിയ വലിയ ഡാംസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെയും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് കൺസ്ട്രക്ഷൻസ് ചെയ്യുക. അപ്പൊ അത് നമ്മുടെ സ്ട്രക്ചറൽ മെഷറാണ്. നമ്മൾ ഫിസിക്കലി നമുക്ക് ഡിസാസ്റ്ററിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷറാണ്. പിന്നെ നോൺ സ്ട്രക്ചറൽ എന്ന് പറയുമ്പോൾ ഈ ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോളിസീസ് കൊണ്ടുവരിക, എല്ലാവരിലും ഇതിനെ പറ്റി ഒരു അവയർനെസ് അല്ലെ, ഒരു ബോധം ഉണ്ടാക്കുക, നിയമ നിർമ്മാണം ചെയ്യുക, ലെജിസ്ലേഷൻ ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, ഡിസാസ്റ്റർ മിറ്റിഗേഷന്റെ നോൺ സ്ട്രക്ചറൽ പാർട്ട് എന്ന് പറയുന്നത്. ഇനി ഒരു ഡിസാസ്റ്ററിനെ നേരിടാൻ എങ്ങനെയൊക്കെ പ്രിപ്പയർഡ് ആവാം. ആക്ടിവിറ്റീസ് ആൻഡ് മെഷേഴ്സ് ടേക്കൺ ഇൻ അഡ്വാൻസ് ടു എൻഷുർ എഫക്റ്റീവ് റെസ്പോൺസ്. ഒരു എഫക്റ്റീവായ ഒരു ഡിസാസ്റ്റർ റെസ്പോൺസ് നടത്താനായി നമ്മൾ നേരത്തെയൊക്കെ ചെയ്തു വെക്കുന്ന ആക്ടിവിറ്റികളെയും നടപടികളെയുമാണ് എന്തെന്ന് പറയുന്നത്, ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് എന്ന് പറയുന്നത്. ensuring that systems, procedures and resources are in place to provide a timely and effective response. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്, നമ്മുടെ സിസ്റ്റംസും നമ്മുടെ പ്രൊസീജിയേഴ്സും നമ്മുടെ റിസോഴ്സസും ഒക്കെ എന്താണ്, ഒരു എഫക്റ്റീവായ റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യാൻ കണക്കിനുണ്ട് എന്ന് എൻഷുർ ചെയ്യുന്നതാണ് ഈ പ്രിപ്പയർഡ്നെസ് എന്ന് പറയുന്നത്. ദിസ് ഇൻക്ലൂഡ്സ് ഏർലി വാർണിംഗ് സിസ്റ്റംസ്. എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ നേരത്തെ വാർണിംഗ് സിസ്റ്റംസ് ഒക്കെ കൊടുക്കുക. വാർണിംഗ്, ഇപ്പൊ നമ്മുടെ മൊബൈലിൽ തന്നെ ഇപ്പോൾ എന്ത് ചെയ്യും, ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ അലേർട്ടുകളൊക്കെ വരാറുണ്ട്. ഭയങ്കരമായിട്ടും ഉള്ള മഴ, ഒറ്റപ്പെട്ട മഴ ഇന്ന പ്രദേശങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നിങ്ങനെയുള്ള വാർണിംഗ് സിസ്റ്റംസ് നമുക്ക് വരാറുണ്ട്. ആൻഡ് കമ്മ്യൂണിറ്റി ട്രെയിനിങ്, എന്താണ്, കമ്മ്യൂണിറ്റി എന്ത് ചെയ്യുക, ട്രെയിൻ ചെയ്യിക്കുക. ഇതൊക്കെ എന്താണ്, പ്രിപ്പയർനെസിന്റെ ഭാഗമാണ്. ദെൻ ഡെവലപ്പിംഗ് ഏർലി വാർണിംഗ് സിസ്റ്റം, നേരത്തെ എന്ത് ചെയ്യുക, വാർണിംഗ് സിസ്റ്റംസ് ഒക്കെ കൊടുത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ മെസ്സേജസ് വഴിയോ ഒക്കെ വാർണിംഗ് സിസ്റ്റംസ് കൊടുക്കുക. സ്റ്റോക്ക് പൈലിംഗ് ഫുഡ്, വാട്ടർ ആൻഡ് മെഡിക്കൽ സപ്ലൈസ്, നേരത്തെ തന്നെ ഭക്ഷണവും വെള്ളവും അത്യാവശ്യത്തിനുള്ള മെഡിക്കൽ സപ്ലൈസും ഒക്കെ എന്ത് ചെയ്യുക, കരുതി വെക്കുക. കണ്ടക്ടിങ് മോക്ക് ഡ്രിൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ട്രെയിനിങ്, അതായത് ഇങ്ങനെയുള്ള അപകടങ്ങളെ നേരിടാനായിട്ടുള്ള, മോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കളിയാക്കുക എന്ന അർത്ഥത്തിലാണ്. മോക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു സിറ്റുവേഷൻ ആക്ച്വലി ഉണ്ടാകാതെ നമ്മൾ അതിന് മുന്നേ ഒരു സിറ്റുവേഷൻ ഉള്ളതായിട്ട് അസ്യൂം ചെയ്തുകൊണ്ട് ഡ്രില്ലുകൾ സംഘടിപ്പിക്കുന്നതിനെയാണ് മോക്ക് ഡ്രിൽസ് എന്ന് പറയുന്നത്. ആൻഡ് കമ്മ്യൂണിറ്റി ട്രെയിനിങ്, ഒരു കമ്മ്യൂണിറ്റിയെ ഒരു ഡിസാസ്റ്റർ നേരിടാൻ വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആക്കുക, ട്രെയിനിങ് കൊടുക്കുക. ഇതൊക്കെ പ്രിപ്പയർഡ്നെസിന്റെ ഭാഗമാണ്. ഡിസാസ്റ്റർ സൈക്കിൾ ഇങ്ങനെയാണ്. ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിയുമ്പോൾ, ഒരു ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യും, അല്ലേ?
ആൾക്കാരെ രക്ഷിക്കാനായിട്ട് പലതരത്തിലുള്ള നാട്ടുകാരായിട്ട് മുന്നിട്ടിറങ്ങും, then ഫോഴ്സുകളിൽ നിന്നുള്ള ആൾക്കാർ വരും ഇല്ലേ. അതിന്റെ ഒരു സിവിയറിറ്റി അനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ആരൊക്കെ അതിന് റെസ്പോണ്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചുകൊണ്ട് ഒരു റെസ്പോൺസ് ഉണ്ടാവും. then എന്ത് ചെയ്യും, ആ റെസ്പോൺസിന് ശേഷം പതുക്കെ എന്ത് ചെയ്യും, ആൾക്കാരെയൊക്കെ സേഫ് ആയിട്ടുള്ള പ്ലേസസിലേക്ക് മാറ്റിയിട്ട് റിക്കവറിക്ക് ശ്രമിക്കും. ഈ റിക്കവറിക്ക് ശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത്, പതിയെ അവിടെ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. ഇനി ഡെവലപ്പ് ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും, മിറ്റിഗേഷൻ. ഇനി ഇങ്ങനെ ഒരു ദുരന്തം വരാൻ പാടില്ല. അപ്പൊ ഒരു ലോങ് ടേം വ്യൂയോട് കൂടിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഡിസ്ട്രക്ഷന് ശേഷം അല്ലെങ്കിൽ ഡിസാസ്റ്ററിന് ശേഷം നമ്മൾ ആ സൊസൈറ്റിയെ റീകൺസ്ട്രക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, പ്രിപ്പയർഡ്നെസ് ആണ്. പ്രിപ്പയർഡ്നെസ് എന്ന് പറയുമ്പോൾ ഇനി ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്ന് ആ സൊസൈറ്റിയെ ബോധവാന്മാരാക്കുക എന്നതാണ് പ്രിപ്പയർഡ്നെസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമാണ് ഒരു ഡിസാസ്റ്റർ പ്രോൺ ഏരിയ ആണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും, അടുത്ത ഏതെങ്കിലും ഡിസാസ്റ്റർ വരും. ആൻഡ് ദിസ് സൈക്കിൾ കണ്ടിന്യൂസ്. ഓക്കെ, ഇനി മിറ്റിഗേഷൻ നടത്തുമ്പോൾ പല ഏജൻസീസിന്റെയും റോൾ എന്തൊക്കെയാണ് എന്നാണ്. ആംഡ് ഫോഴ്സസ് എന്ത് ചെയ്യും, ഡിപ്ലോയ്മെന്റ് ഫോർ ലാർജ് സ്കെയിൽ റെസ്ക്യൂ ആൻഡ് എയർ ലിഫ്റ്റിംഗ് സപ്ലൈസ്. അപ്പോൾ വളരെ വലിയ രീതിയിൽ റെസ്ക്യൂ നടത്തണമെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആര് തന്നെയാണ്, നമ്മുടെ സേനകൾ തന്നെയാണ് അല്ലെ. മിറ്റിഗേഷൻ ഒരു നല്ല രീതിയിൽ നടത്തണം. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ എന്താ ഫ്ലഡ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്, പലയിടത്തെയും എന്താണ് സഞ്ചാര മാർഗങ്ങൾ തന്നെ വിട്ടുപോയ സാഹചര്യങ്ങളിൽ ആംഡ് ഫോഴ്സസിന്റെ ഹെൽപ്പോട് കൂടി അവർ എന്ത് ചെയ്തു, ബ്രിഡ്ജസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തു, ടെമ്പററി ആയിട്ടുള്ള ബ്രിഡ്ജസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തിരുന്നു. അപ്പൊ ഇതൊക്കെ തന്നെ എന്താണ്, മിറ്റിഗേഷന്റെ ഭാഗമായിട്ട് ആംഡ് ഫോഴ്സസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ കോർപ്പറേറ്റ് സെക്ടറിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ കോർപ്പറേറ്റുകൾ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ ഈ കോർപ്പറേറ്റ്സ് അവരുടെ പ്രോഫിറ്റിന്റെ ഒരു വിഹിതം എന്ത് ചെയ്യണം, സാമൂഹിക ഉത്തരവാദിത്വങ്ങളെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അപ്പൊ ഡിസാസ്റ്റർ ഒക്കെ സംഭവിക്കുന്ന മേഖലകളിൽ എന്ത് ചെയ്യേണ്ടി വരും, ഇതിൽ നിന്നുള്ള കുറച്ച് എമൗണ്ട് സ്പെൻഡ് ചെയ്ത് അവിടെയുള്ള നീഡ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതിന്റെ ഫണ്ടിങ്ങും അതുപോലെയുള്ള ടെക്നിക്കൽ എക്സ്പെർട്ടീസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിറ്റിഗേഷൻ നടത്താനായിട്ട് പറ്റും. പിന്നെ മീഡിയക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, മീഡിയക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ സംഭവിക്കുന്നതിന് മുന്നേ വേണ്ട എഡ്യൂക്കേഷനും വാർണിംഗും ഒക്കെ പബ്ലിക്കിന് കൊടുക്കാം. പിന്നെ ഡിസാസ്റ്ററിന്റെ സമയത്ത് എന്ത് ചെയ്യാം, ഡിസാസ്റ്റർ സംഭവിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, റിയൽ ടൈം ഇൻഫർമേഷൻ ആൻഡ് റെഡ്യൂസിങ് ദ പാനിക്. എന്താണ്, ഇപ്പൊ ഇന്ന കാര്യങ്ങളാണ് സംഭവിക്കുന്നത്, ആൾക്കാരുടെ പാനിക്കിനെ കുറയ്ക്കാനുള്ള വാർത്തകൾ വേണം കൊടുക്കാൻ. അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ഇന്നത്തെ മീഡിയാസ് ചെയ്യുന്നത് പോലെ ആൾക്കാരുടെ പാനിക്കിനെ കൂട്ടാൻ ശ്രമിക്കരുത്. then പോസ്റ്റ് ഡിസാസ്റ്റർ, ഡിസാസ്റ്ററിന് ശേഷം എന്ത് ചെയ്യാം, മോണിറ്ററിംഗ് റിലീഫ് വർക്ക് ആൻഡ് ഹൈലൈറ്റിംഗ് ദ ഗ്യാപ്സ്. എന്താണ് ഈ റിലീഫ് വർക്കിന് എന്ത് ചെയ്യാം, ഒന്ന് എന്താ പുനരധിവാസം ഒക്കെ പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ ആക്ഷൻസ് ആണ് അതോറിറ്റീസ് എടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഹൈലൈറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് വേരിയസ് ഏജൻസീസിന് ഈ ഡിസാസ്റ്റർ റെസ്പോൺസിലുള്ള പങ്കുകൾ എന്ന് പറയുന്നത്. ഇനി കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ഡിസാസ്റ്റർ മാനേജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്നാണ് പറയുന്നത്, CBDM എന്ന് പറയുന്നത്. ഇറ്റ് ഷിഫ്റ്റ്സ് ദ ഫോക്കസ് ഫ്രം ടോപ്പ് ഡൗൺ മാനേജ്മെന്റ് ടു എംപവറിംഗ് ലോക്കൽ കമ്മ്യൂണിറ്റീസ് ആസ് എ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ്. അപ്പോൾ ഒരു അപകടം ഉണ്ടാകുമ്പോൾ ആ അപകടത്തിനെ എങ്ങനെ തരണം ചെയ്യണം എന്ന് ആദ്യം അറിയേണ്ടത് ആര് തന്നെയാണ്, ആ അപകടം നേരിടുന്ന ആൾ തന്നെയാണ്. ഇപ്പൊ ലോക്കൽ കമ്മ്യൂണിറ്റീസിനെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ CBDM അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ടേം കോയിൻ ചെയ്തിരിക്കുന്നത്. ടോപ്പ് ഡൗൺ ആണ്, അതായത് മുകൾ തട്ടിലുള്ളവർക്ക് മാത്രമല്ല താഴെ തട്ടിലുള്ള ആൾക്കാരും എന്ത് ചെയ്യണം, ഇതിനെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം. ലോക്കൽ നോളജ് യൂട്ടിലൈസിങ് ട്രഡീഷണൽ മെത്തേഡ്സ് ടു പ്രെഡിക്റ്റ് ഓർ കോപ്പ് വിത്ത് ഡിസാസ്റ്റേഴ്സ്. എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെയൊക്കെയാണ് നമുക്ക് എന്താണ് ട്രഡീഷണൽ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ നേരിടാൻ കഴിയുന്നത്. പിന്നെ അതിന്റെ ഓപ്പറേഷൻ പറയുകയാണെങ്കിൽ ദ ഫോർമേഷൻ ഓഫ് വില്ലേജ് ലെവൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റീസ് ആൻഡ് മാപ്പിംഗ് ഓഫ് ലോക്കൽ സേഫ് സോൺസ്. വില്ലേജ് ലെവലിൽ എന്ത് ചെയ്യുക, ഡിസാസ്റ്ററിനെ നേരിടാനുള്ള മാനേജ്മെന്റ് കമ്മിറ്റീസ് ഒക്കെ എന്ത് ചെയ്യുക, കൊണ്ടുവരിക. എന്നിട്ട് അവരെന്ത് ചെയ്യുക, സേഫ് ആയിട്ടുള്ള സോണുകളെയൊക്കെ മാപ്പ് ചെയ്യുക. ഒരു വില്ലേജിലുള്ളവർക്കായിരിക്കും അറിയാൻ പറ്റുന്നത് അവരുടെ വില്ലേജിലെ സേഫസ്റ്റ് ആയിട്ടുള്ള സോൺ ഏതായിരിക്കും. ഒരു അപകടം പറ്റിയാൽ എല്ലാവർക്കും എന്താണ് താമസിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഷെൽട്ടർ തേടാൻ പറ്റുന്ന പ്ലേസ് ഏതാണെന്നൊക്കെ അറിയുന്നത് ആ വില്ലേജിലെ ആൾക്കാർക്കായിരിക്കും. പിന്നെ മറ്റൊന്ന് പറയുന്നത് സസ്റ്റൈനബിലിറ്റി ആണ്, സുസ്ഥിരതയാണ്. സിൻസ് കമ്മ്യൂണിറ്റീസ് ആർ ദ പ്രൈമറി വിക്ടിംസ്, their involvement ensures long-term maintenance of mitigation structures. അപ്പോൾ നമ്മുടെ പ്രൈമറി വിക്ടിംസ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ആണല്ലോ, നമ്മുടെ ലോക്കൽ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ കമ്മ്യൂണിറ്റീസ് അല്ലെ, സാധാരണ ആൾക്കാരായിരിക്കും. അപ്പൊ അവരുടെ ഇൻവോൾവ്മെന്റ് കൂടെ ഉണ്ട് എങ്കിൽ എന്താണ്, ഒരു ലോങ് ടേമിൽ ഈ ഒരു ഡിസാസ്റ്ററിനെ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ കൂടെ എന്ത് ചെയ്യും, ഈ ഡിസാസ്റ്റർ റെസ്പോൺസിനെ അവർ നോക്കിക്കാണും.
ഇനി ഡിസാസ്റ്ററിനെ എന്താണ് ഡിസാസ്റ്റർ റെസ്പോൺസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലെജിസ്ലേറ്റീവ് ഫ്രെയിംവർക്കുകൾ എന്തൊക്കെയാണ്? അതായത് നിയമനിർമ്മാണം ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വേണ്ടി നടന്നിട്ടുള്ള ഒരു നിയമമാണ് ഏതെന്ന് പറയുന്നത് 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്. ഇറ്റ് ഇസ് എ ലാൻഡ് മാർക്ക് ആക്ട് പ്രൊവൈഡിങ് ലീഗൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യക്കകത്ത് എന്താണ് നമ്മുടെ ഡിസാസ്റ്ററിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് പറയുന്ന ഒരു ലീഗലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആക്ട് ആണ് ഈ 2005 ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആക്ട് പ്രകാരമാണ് സ്പെഷ്യലൈസ്ഡ് ബോഡീസ് നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും എന്ത് ചെയ്തിരിക്കുന്നത് നാഷണൽ സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് ലെവൽസിലെ ബോഡീസ് പ്രത്യേകമായിട്ടുള്ള ബോഡീസിന് എന്ത് ചെയ്തിരിക്കുന്നത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഡിസാസ്റ്ററിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഷിഫ്റ്റഡ് ദ ഫോക്കസ് ഫ്രം റിലീഫ് സെൻട്രിക് ടു പ്രോ ആക്റ്റീവ് പ്രിവെൻഷൻ. അപ്പോൾ ഈ ഒരു ആക്ട് വന്നതോടുകൂടി ഒരു ഡിസാസ്റ്റർ സംഭവിച്ചതിന് ശേഷം വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം നേരത്തെ ഒരു ഡിസാസ്റ്റർ സംഭവിക്കുന്നതിന് മുന്നേ അതിനെ തടയാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന ഒരു രീതിയിൽ ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇക്കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ നമ്മൾ പറഞ്ഞു നേരത്തെ തന്നെ നാഷണൽ സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് ലെവലിൽ സ്പെഷ്യലൈസ്ഡ് ബോഡീസ് കൊണ്ടുവരാൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഹെൽപ്പ് ചെയ്തു എന്ന്. അപ്പോ ഇതിന്റെ ഒരു അടിസ്ഥാനത്തില് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി നമുക്കുണ്ട്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അതിന്റെ ഹെഡ് ആരാണെന്നറിയോ? നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ, ഇനി അതുപോലെ ഓരോ സംസ്ഥാനങ്ങൾക്കും സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഉണ്ട്. അതിന്റെ ഹെഡ് എന്ന് പറയുന്നത് അതത് സംസ്ഥാനങ്ങളിലെ ചീഫ് മിനിസ്റ്റേഴ്സ് ആയിരിക്കും. ഇനി കുറച്ചുകൂടെ താഴത്തെ ലെവലിൽ വരികയാണെങ്കിൽ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി നമുക്കുണ്ട്. അതിന്റെ ഹെഡ് എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഉണ്ട്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഉണ്ട്, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി നാഷണൽ ഡിസാസ്റ്റർ NDMA യും NDRF ഒക്കെ എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.